കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. യേശുവിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, വിശ്വാസ ജീവിതം ഏറ്റവും ശ്രദ്ധയോടെ നയിക്കേണ്ട ഒന്നാണ്. നമ്മൾ ആയിരിക്കേണ്ട ഇടങ്ങളും നമ്മൾ കൂട്ടുകൂടേണ്ട സൗഹൃദങ്ങളും ശരിയായ രീതിയിൽ നമ്മൾ തിരഞ്ഞെടുത്തില്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ വിശ്വാസം പരിപൂർണമായും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയുണ്ട്. വിശ്വാസികൾ മറ്റ് വിശ്വാസത്തിലുള്ള അവിശ്വാസികളുമായി അമിതമായ കൂട്ടുകെട്ടിൽപ്പെടുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാളം അത് അണഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ അസ്വസ്ഥരായിട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ആ അസ്വസ്ഥതയെ വളർത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളോ കുറ്റപ്പെടുത്തലുകളോ പഴിചാരലുകളോ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും കൂട്ടുകാരിൽ നിന്ന് കടന്നു വരുമ്പോൾ പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയെ തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വാസ ജീവിതം വളരെ ശ്രദ്ധയോടെ നയിക്കേണ്ടതാണ്. നമ്മിലെ നന്മയുടെ വെളിച്ചം അണഞ്ഞു പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വിവേകവും വിവേചന അധികാരവും നമ്മൾ ചോദിച്ചു വാങ്ങണം. വിവേകത്തോടുകൂടി നമ്മൾ പെരുമാറുവാനും സംസാരിക്കുവാനും ഇടപഴകുവാനും പഠിക്കുമ്പോൾ, വിവേചനം അധികാരം ഉപയോഗിച്ച് നമ്മൾ തള്ളേണ്ടത് തള്ളുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം അത് വെളിച്ചമായി, വലിയ വെളിച്ചമായി എൻ്റെ കൂടെയുള്ളവർക്കും ഞാൻ കണ്ടുമുട്ടുന്നവർക്കും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നവർക്കുമൊക്കെ അത് വലിയ അനുഗ്രഹത്തിൻ്റെ നന്മയുടെ കൃപയുടെ വെളിച്ചമായി മാറുന്നു. ഒരു നിമിഷം ദിവികാനീശയുടെ മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായും കൊടുത്ത് നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ വിലയിരുത്തുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളോ ചെറിയ ത്യാഗങ്ങളോ സഹിക്കേണ്ടി കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറുണ്ടോ? ഇപ്പോൾ നമ്മൾ മഴയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഒത്തിരിയേറെ മഴയും ഒത്തിരിയേറെ കാറ്റും കൊടുങ്കാറ്റ് കടന്നു വരുമ്പോൾ സ്ഥിരമായി വിശുദ്ധ ബലിയിൽ ഞാൻ പങ്കെടുത്തിരുന്ന ഞാൻ ഇതായി മഴയുടെ സമയങ്ങളിൽ ഒരുപക്ഷെ ആ മഴ കൊള്ളാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ത്യാഗമെടുക്കാനുള്ള മടി കൊണ്ടോ ഞാൻ വിശുദ്ധ ബലിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥനയിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ? എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഇടറിപ്പോകുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. ദിവികാനീശയുടെ മുമ്പിൽ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ തമ്പുരാനെ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ അങ്ങയുടെ മുമ്പിൽ വിലയിരുത്തുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധമായ കൂട്ടുകെട്ടുകളും ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലായിട്ടുള്ള ഇടങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒഴിവാക്കുവാനുള്ള വിവേകവും വിവേചന അധികാരവും പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ത്യാഗങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, സഹനങ്ങൾ കടന്നു വരുമ്പോൾ അവയെ സന്തോഷത്തോടെ സ്വീകരിച്ച് വിശ്വാസ ജീവിതം കുറേയും കൂടി ആഴപ്പെടുത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങളെ വിനിയോഗിക്കുന്ന മക്കളായി ഞങ്ങൾ മാറട്ടെ. ദിവികാരൻ ഈശോനാഥ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. ഭയപ്പെടില്ല.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.